തൗഹീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ സൂചിപ്പിച്ചു വന്നത്. അതിൽ ഒന്നാമതായി നമ്മൾ പറഞ്ഞത്, തൗഹീദുള്ള ആളുകൾക്ക്, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രം എല്ലാ മേഖലയിലും ഇടപെടിപ്പിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്നത് അൽ അംനു, നിർഭയത്വം തൗഹീദുള്ള ആളുകൾക്കാണ് എന്നാണ് പറഞ്ഞു വന്നത്. രണ്ടാമതായി തൗഹീദുള്ള ആളുകൾക്ക് ലഭിക്കുക ഹിദായത്താണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അപ്പൊ ഒന്നാമത്തേത് അവർക്ക് നിർഭയത്വം ഉണ്ടാകുമെന്ന്. നിർഭയത്വമെന്ന് എന്ത് എന്ന് വിശദീകരിക്കുന്നിടത്ത് നമ്മൾ പറഞ്ഞിരുന്നു, മനസ്സിനുള്ള സമാധാനമാണ് നിർഭയത്വം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നത്, ഖാല റബ്ബി ശ്റഹ് ലി സദ്രി, എന്റെ ഹൃദയം വിശാലമാക്കി തരണമെന്ന്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വിശാലമാക്കി കൊടുത്തിരുന്നു എന്നാണ്. അലം നശ്റഹ് ലക സദ്റക്, നാം താങ്കളുടെ ഹൃദയം വിശാലമാക്കി തന്നിരിക്കുന്നു. അപ്പൊ ഹൃദയ വിശാലത ലഭിക്കുക, ഹൃദയത്തിന് സമാധാനം ലഭിക്കുക, ഹൃദയം സന്തോഷിക്കുക, അത് തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്നതാണ്. അതാണ് ഉലൈക ലഹുമുൽ അംനു, അവർക്ക് നിർഭയത്വമുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്നിട്ട് പറയുന്നത് വഹും മുഹ്തദൂൻ, അവർ ഹിദായത്ത് പ്രാപിച്ചവരാണ് എന്നാണ്. അവർ ഹിദായത്ത് പ്രാപിച്ചവരാണ്. അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. എന്താണ് ഹിദായത്ത്? ഹിദായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാബാക്കൾ ഏതൊരു മാർഗത്തിലൂടെയാണോ സഞ്ചരിച്ചത്, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച ആളുകൾ, അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ വിശേഷണം രണ്ടാണ്. ഒന്ന്, അവർ അറിവുള്ള ആളുകളാണ്. രണ്ടാമത്തത്, അറിവനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്, അമല് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഉലൈക ലഹുമുൽ അംനു, അവർക്ക് നിർഭയത്വമുണ്ട്. വഹും മുഹ്തദൂൻ, അവർ ഹിദായത്ത് പ്രാപിച്ചവരാണ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അറിവ് മാത്രമല്ല അവർക്കുള്ളത്, അറിവനുസരിച്ചുള്ള പ്രവർത്തനവുമുണ്ട് എന്നാണ്. ഇതാണ് തൗഹീദുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠത എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിർഭയത്വം പരിശോധിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ അവർക്ക് നിർഭയത്വമുണ്ട്. ഇനി എന്തിനേറെ മരിക്കുന്ന നേരത്ത് പോലും തൗഹീദുള്ള ആളുകൾക്ക് നിർഭയത്വം ഉണ്ടാകുന്ന, മരണ സന്ദർഭത്തിൽ പോലും. അതായത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയാണ് മരണവേദന. എന്നാൽ ആ സന്ദർഭത്തിൽ പോലും തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മലക്കുകൾ വന്നിട്ട് അവരോട് സന്തോഷ വാർത്ത അറിയിക്കുന്ന, അവരെ മലക്കുകൾ വന്ന് സന്തോഷിപ്പിക്കും. മലക്കുകൾ അവരോട് പറയുക, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞ ആളുകൾ, അതായത് തൗഹീദിൽ അടിയുറച്ച ആളുകൾ, സുമ്മസ്തഖാമു, എന്നിട്ട് എന്ത് ചെയ്തു? ആ തൗഹീദിൽ അവർ അടിയുറച്ചു നിന്നു. അള്ളാഹു ആണ് എന്റെ റബ്ബ് എന്ന് പറയുകയും തൗഹീദിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്ത ആളുകൾ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ് എന്നാണ്. ഈ മരണവേളയിൽ ഇങ്ങനെയുള്ള ഒരു സന്തോഷ വാർത്ത ലഭിക്കുക, അത് തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ തൗഹീദുണ്ടോ, ദുനിയാവിൽ നിർഭയത്വമുണ്ട്. തൗഹീദുണ്ടോ, മരണവേളയിൽ നിർഭയത്വമുണ്ട്. തൗഹീദുണ്ടോ, ആഖിറത്തിലും അവന് നിർഭയത്വം ഉണ്ടാകുമെന്നാണ്. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ, സ്വർഗത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ പറയുമെന്നാണ്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അദ്ഹബ അന്നൽ ഹസൻ, നമ്മിൽ നിന്ന് അള്ളാഹു ദുഃഖം നീക്കിക്കളഞ്ഞു എന്നാണ്. ഇന്ന റബ്ബന ലഗഫൂറുൻ ശകൂർ, അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ പൊറുക്കുന്നവനാണ്, അതോടൊപ്പം തന്നെ അള്ളാഹു ഏറെ നന്ദിയുള്ളവനുമാണ് എന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് തൗഹീദ് ഉണ്ട് എങ്കിൽ അതിന്റെ കൂടെ വരേണ്ടതാണ് നിർഭയത്വം എന്നത്. നിർഭയത്വമില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദിൽ എവിടെയോ ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ അതേ സമയത്ത് നിർഭയത്വം നഷ്ടപ്പെട്ടു പോകുക തൗഹീദ് നഷ്ടപ്പെട്ടാലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, അല്ലാഹു ഒരാളെ ഹിദായത്തിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? ഇസ്ലാമിലേക്ക് എത്തിക്കുന്ന.
യഥാർത്ഥ ഇസ്ലാമിലേക്ക് അവനെ എത്തിക്കും. അങ്ങനെ വമൻ യുരിദ് അൻ യജ്അലഹു അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ദയ്യിഖൻ ഹറജൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരാളെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു ഒരാളെ വഴിപിഴപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ ഹൃദയം കുടുസാക്കുന്ന. അപ്പൊ ഹൃദയ വിശാലത ലഭിക്കുക അത് തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ്. അതുകൊണ്ട് തന്നെ തൗഹീദ് ഉണ്ടോ, രണ്ട് കാര്യങ്ങൾ അവന് നിർബന്ധമാണ്. ഒന്ന് അമ്നുണ്ടാകും, രണ്ടാമത്തേത് അവന് ഹിദായത്ത് ലഭിക്കും. ഇൽമും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും, ഇൽമനുസരിച്ചുള്ള അമലും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന. രണ്ടാമതായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല കൊണ്ടുവന്ന ഹദീസ്, മൻ ഷഹീദ, ആരെങ്കിലും ഒരാൾ സാക്ഷ്യം വഹിച്ചു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് സാക്ഷ്യം വഹിച്ചു എന്ന്. ഒരു കാര്യം എപ്പോഴാ സാക്ഷ്യം വഹിക്കുക? നമുക്കൊരു കാര്യം അറിയുന്നതിന് മുമ്പ് സാക്ഷ്യം വഹിക്കാൻ സാധിക്കോ? ഇല്ല. ഒരു കാര്യം അറിഞ്ഞതിന് ശേഷമാണ് സാക്ഷ്യം വഹിക്കുക. ഒരാൾ ഒരു തിന്മ ചെയ്തു, ആ തിന്മ ചെയ്തതിന്റെ പേരിൽ ശിക്ഷ നടപ്പിലാക്കണം. സ്വാഭാവികമായും ഇസ്ലാമിൽ ശിക്ഷ നടപ്പിലാക്കുന്ന പല സന്ദർഭത്തിലും എന്തുണ്ട്? സാക്ഷികൾ ആവശ്യമാണ്. സാക്ഷികൾ സാക്ഷി പറയണമെങ്കിൽ ആ കാര്യം എന്ത് ചെയ്യണം? അവർ കണ്ടിരിക്കണം, ആ കാര്യത്തെക്കുറിച്ച് അവരറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. മൻ ഷഹീദ അല്ലാ ഇലാഹ ഇല്ലല്ലാ, ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ സാക്ഷ്യം വഹിച്ചാൽ എന്ന്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ സാക്ഷ്യം വഹിക്കണമെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച് അവന് കൃത്യമായി അറിയണം. അവന്റെ ഹൃദയം ആ ലാ ഇലാഹ ഇല്ലല്ലയിൽ അടിയുറച്ചു നിൽക്കുന്നതായിരിക്കണം. അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടായിരിക്കണം അവൻ പറയേണ്ടത്. അത് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലയെ ഇല്ലാതാക്കി കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും തന്നെ അവൻ ചെയ്യാനും പാടില്ല. ഇങ്ങനെയായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാ ഒരാൾ സാക്ഷ്യം വഹിക്കേണ്ടത് എന്നാണ്. അത് മാത്രം സാക്ഷ്യം വഹിച്ചാൽ മതിയാകോ? ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ സാക്ഷ്യം വഹിച്ചു, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചില്ലെങ്കിലോ അവന്റെ തൗഹീദ് ശരിയാവുകയില്ല എന്നാണ്. രണ്ടാമതായി അവൻ സാക്ഷ്യം വഹിക്കേണ്ടത് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദാണ്, അല്ലാഹുവിന്റെ അടിമയാണ്. രണ്ടാമത്തതോ അല്ലാഹുവിന്റെ റസൂലാണ്. ഈ പറയുന്നത് രണ്ട് ആളുകൾക്കുള്ള മറുപടിയാണ്, രണ്ട് പിഴച്ചുപോയ ആളുകൾക്കുള്ള മറുപടിയാണ് ഈ രണ്ട് പ്രയോഗം. ഒന്ന് അബ്ദ് എന്ന പ്രയോഗം, രണ്ട് റസൂല് എന്നുള്ള പ്രയോഗം. അബ്ദ് എന്ന പ്രയോഗം ആർക്കാണ് മറുപടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റസൂലിന്റെ വിഷയത്തിൽ അതിര് കടന്ന ചില ആളുകളുണ്ട്. റസൂലിനെ പുകഴ്ത്തി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്, മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകളുണ്ട്. അവർക്കുള്ള മറുപടിയാണ് റസൂൽ ആരാണ്? അബ്ദാണ് എന്നാണ്. റസൂല് അബ്ദാണ്. എന്നാൽ അതേ സമയത്ത് റസൂലുഹു, അള്ളാഹുവിന്റെ പ്രവാചകരുമാണ് എന്നത് റസൂലിനെ തരം താഴ്ത്തുന്ന ആളുകൾ, റസൂലിന്റെ റിസാലത്തിന് റസൂലാണ് എന്ന് അംഗീകരിക്കാത്ത ആളുകൾ, അവർക്കുള്ള മറുപടിയാണ് റസൂൽ ആരാണ്? അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നത്. അതുകൊണ്ട് അഹ്ലുസുന്ന എപ്പോഴും മധ്യമ നിലപാടാണ് സ്വീകരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ അബ്ദുമാണ്, റസൂലുമാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യൂല? റസൂലിനെ കൊണ്ടുപോയി വെക്കുകയില്ല എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനം. എന്നാൽ ഇന്ന് സമൂഹത്തിൽ റസൂലിനെ എവിടേക്കാണ് എത്തിച്ചത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, റസൂൽ ഒരിക്കലും തൃപ്തിപ്പെടാത്ത, റസൂൽ ഇഷ്ടപ്പെടാത്ത, റസൂൽ എന്താണോ വിപരീതമായി പറഞ്ഞത്, എന്റെ വിഷയത്തിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്താണോ അതാണ് റസൂലിനെ കുറിച്ച് ഇന്ന് മുസ്ലിം നാമധാരികളായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ബുർദയിലെ വരികൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ബുർദയിൽ പറയുന്നത് യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. റസൂലിനോട് ചോദിക്കാൻ, യാ അക്രമൽ ഖൽഖ്, സൃഷ്ടികളുടെ കൂട്ടത്തിൽ മാന്യനായ റസൂലെ, സൃഷ്ടിയെ, മാലി, എനിക്കെന്ത്, എനിക്കാരുമില്ല, മൻ അലൂദു ബിഹി, ഞാൻ താങ്കളിലേക്കല്ലാതെ ആർക്കാണ് ഞാൻ അഭയം തേടുന്നത്, ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി, പ്രയാസങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ എനിക്ക് താങ്കളല്ലാതെ മറ്റാരാണുള്ളത് എന്ന് റസൂലിലേക്ക് കൈനീട്ടുകയാണ്. എന്നിട്ടോ ഇല്ലം തകുൻ ആഖിദൻ യൗമൽ മആദി യദി ഫദ്ലൻ വഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി, റസൂലേ താങ്കൾ എൻ്റെ കൈ പിടിച്ചില്ല എങ്കിൽ പിന്നെ ആരാണ് എൻ്റെ കൈ പിടിക്കാനുള്ളത്? എന്നിട്ടോ ഫഇന്ന മിൻ ജൂദിക ദുനിയ വളറതഹാ, റസൂലേ താങ്കളുടെ ഔദാര്യമാണ് ദുനിയാവും ആഖിറവും, താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ട ചിലത് മാത്രമാണ്. അതായത് ദുനിയാവും ആഖിറവും ഒക്കെ ആരുത് എന്നാണ് പറയുന്നത്? റസൂലിൻ്റെതാണ് എന്നാണ് പറയുന്നത്.
എന്നിട്ടോ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, റസൂലെ താങ്കളുടെ അറിവിൽപ്പെട്ടതാണ് ലൗഹുൽ മഹ്ഫൂദിന്റെ അറിവ് എന്ന്. താങ്കളുടെ അറിവിൽ നിന്ന് കുറച്ച് മാത്രമാണ് ലൗഹുൽ മഹ്ഫൂദിന്റെ അറിവ് എന്ന് പറയാം. അതായത് വളരെ വ്യക്തമായ ശിർക്കാണ്, വളരെ വ്യക്തമായ കുഫ്റാണ് ഈ പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിത്യവും പാടുകയും ഇത് റസൂലിന്റെ മദ്ഹാണ്, ഇത് റസൂലിനെ പുകഴ്ത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്, റസൂലിനെ ആദരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകൾ റസൂലിനോട് പ്രാർത്ഥിക്കുകയാണ് സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. റസൂലിനോട് നേരിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ദുനിയാവും ആഖിറവും എല്ലാം റസൂലിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ഇവരെന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? ലൗഹുൽ മഹ്ഫൂദിലെ അറിവെല്ലാം അത് റസൂലിന്റെ അറിവിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ പിന്നെ അള്ളാഹുവിന് എന്താണ് പ്രസക്തിയുള്ളത്? അള്ളാഹുവിന് ഒരു പ്രസക്തിയും ഇവർ നൽകുന്നില്ല എന്നുള്ളതാണ്. എന്താണോ അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനം, ആ സ്ഥാനം ഇവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആളുകൾ, നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നു, ഞങ്ങളാണ് റസൂലിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ, അവരുടെ ഷഹാദത്ത് പൂർണ്ണമല്ല എന്നുള്ളതാണ്. അവരുടെ ഷഹാദത്ത് അത് പൂർണ്ണമല്ല. അവരെന്ത് സാക്ഷ്യം വഹിച്ചിട്ടില്ല? റസൂൽ അള്ളാഹുവിന്റെ അടിമയാണ് എന്നത് അവർ സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്നതാണ് സത്യം. മറിച്ച് അവർ സാക്ഷ്യം വഹിച്ചത് എന്താ? റസൂൽ അള്ളാഹുവിനേക്കാളും ഉന്നതനാണ് എന്ന വിഷയമാണ് അവർ സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ എല്ലാം അത് ബോധിപ്പിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. അങ്ങനെയാണ് റസൂൽ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ഖുൽ, നബിയെ താങ്കൾ പറയണം, അല്ലാഹു റസൂലിനോട് പറയാൻ, താങ്കൾ പറഞ്ഞു കൊടുക്കണം, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ലാ അംലികു ലി നഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. എനിക്ക് എന്റെ നഫ്സിന്, റസൂൽ പറയാണ്, എന്റെ നഫ്സിന് തന്നെ ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ എനിക്ക് സാധിക്കുകയില്ല എന്നാണ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അങ്ങനെയുള്ള റസൂലിനോട് പറയാണ്, റസൂലെ താങ്കളല്ലാതെ മറ്റാരും എനിക്കില്ല എന്ന് പറയുമ്പോൾ ഖുർആനിന്റെ ആയത്തിന് നേർവിപരീതമാണ്, ഖുർആനിന്റെ ആയത്തിന് ഘടകവിരുദ്ധമാണ് അവർ ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ റസൂൽ പറയാൻ, ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റശദ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് പറയാൻ. എല്ലാ ഉപകാരവും എല്ലാ ഉപദ്രവവും അത് അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്നാണ് എന്ന് പറയുന്നു. എന്നിട്ടോ വീണ്ടും പറയാം, ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക്, ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ, അള്ളാഹു മാത്രമാണ് എനിക്ക് സഹായിയായിട്ടുള്ളത്, അള്ളാഹുവിനെ കൂടാതെ മറ്റൊരാൾക്കും എന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല. വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ, എന്റെ അഭയം അള്ളാഹു മാത്രമാണ് എന്ന്. അള്ളാഹു അല്ലാതെ ഒരു അഭയവുമില്ല എന്ന് പറയുമ്പോൾ ബുർദയിലെ വരിയിൽ പറയുന്നത് എന്താ? റസൂലെ താങ്കളാണ് എന്റെ അഭയം എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഖുർആനിൽ എന്താണോ തൗഹീദായി പഠിപ്പിച്ചത് അതിന് നേർ വിപരീതമാണ് ബുർദയിൽ ആളുകൾ പാടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് ശിർക്കാണ് എന്ന് പറയുമ്പോൾ, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ വന്ന് അതിന് മറുപടി പറയുന്നത് എന്താ? ഇതൊക്കെ സാഹിത്യ ഭംഗിയാണ്, ഇതൊക്കെ സാഹിത്യത്തിൽ കലർന്ന വാക്കുകളാണ്, ആ രൂപത്തിൽ എന്ത് ചെയ്യേണ്ടതില്ല, ഇതിനെടുക്കേണ്ടതില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ശിർക്ക് സംഭവിക്കുക? ഒരു നിലക്കും സമൂഹത്തിൽ ശിർക്ക് ഉണ്ടാകുന്ന അവസ്ഥ പോലും ഉണ്ടാവുകയില്ല ഇങ്ങനെ ന്യായീകരിക്കുകയാണെങ്കിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്താണോ റസൂലിന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാനം കൊടുക്കണം, എങ്ങനെ കൊടുക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ ആ രൂപത്തിലുള്ള സ്ഥാനമാണ് നമ്മൾ റസൂലിന് നൽകേണ്ടത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ല എങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും എന്നത് തീർച്ചയാണ്. എല്ലാത്തിലും ഉപരി തൗഹീദിന്റെ വൃത്തത്തിൽ നിന്ന് നമ്മൾ പുറത്തുപോയി ഷിർക്കിലേക്കാണ് എത്തിപ്പെടുക. എന്തിനേറെ മൗലിദിന്റെ സദസ്സുകളിൽ ഇവര് പറയുന്നത്, റസൂലിനെ ഓർത്തു കഴിഞ്ഞാൽ ആ സദസ്സിലേക്ക് ആര് വരുമെന്നാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സദസ്സിലേക്ക് വരുന്ന. അങ്ങനെ എന്ത് ചെയ്യും? ഇവര് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. അതായത് റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സദസ്സിലേക്ക് എഴുന്നേറ്റ്, റസൂൽ ഈ സദസ്സിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ ആളുകളും എഴുന്നേറ്റ് നിൽക്കുന്ന. റസൂലിന്റെ സുന്നത്ത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു കഴിഞ്ഞാൽ റസൂൽ പറഞ്ഞത് എഴുന്നേൽക്കാൻ പാടില്ല എന്നാണ്. റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങൾ എഴുന്നേൽക്കരുത് എന്നാണ്. എന്നാൽ ഇവരെന്താ ചെയ്യുന്നത്? റസൂൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ബിദ്അത്ത് ചെയ്യുന്നുണ്ടോ അതിന്റെ കൂടെ എന്തുണ്ടാവും? എല്ലാ വിഡ്ഢിത്തരവും അതിന്റെ കൂടെ ഉണ്ടാകും എന്നതിന് സാക്ഷിയാണ് അവരുടെ സംസാരം. റസൂലിനെ ഇങ്ങനെ പുകഴ്ത്തി എത്രത്തോളം പറഞ്ഞു? റസൂലിന് നിഴലില്ല, റസൂലിന് എന്തില്ല? നിഴലില്ല എന്നവർ പറയാറുണ്ട്.
അന്ന നൂറഹു യുത്ഫിഉ ളില്ലഹു ഇദാ മശാ ഫിശ്ശംസ്. റസൂൽ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ സൂര്യപ്രകാശം തട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിഴലൊന്നും കാണാൻ പറ്റൂല. കാരണം റസൂലിന് എന്തുണ്ട്? അത്രയും വെളിച്ചമാണ് റസൂലിനുള്ളത്. പച്ചക്കളവാണ് റസൂലിന്റെ പേരിൽ അവർ പറഞ്ഞു വെക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, കുന്തു അമുദ്ദു റിജ്ലി ബൈന യദൈഹി വതഅതദിറു ബിഅന്നൽ ബുയൂത ലൈസ ഫീഹാ മസാബീഹ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വീട്ടിൽ എന്തില്ല? വിളക്കുണ്ടായിരുന്നില്ല എന്നാണ്. വീട്ടിൽ വിളക്കുണ്ടായിരുന്നില്ല. അപ്പൊ റസൂല് തന്നെ വിളക്കാണെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയേണ്ട ആവശ്യമുണ്ടോ? വീട്ടിൽ വിളക്കില്ല എന്ന് പറയേണ്ട ആവശ്യം ഒരു നിലക്കുമില്ല. എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വീട്ടിൽ വിളക്കില്ലാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതായത് മനസ്സിലാക്കേണ്ടത്, റസൂലിന്റെ വിഷയത്തിൽ ഒരു കൂട്ടം ആളുകൾ അങ്ങേയറ്റം അതിരുകവിഞ്ഞിട്ടാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, മൻ ഷഹിദ, ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ. എന്ത് സാക്ഷ്യം വഹിച്ചാൽ? അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് സാക്ഷ്യം വഹിച്ചു. രണ്ടാമത്തേത് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ അടിമയാണ്, അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ റസൂലാണ് എന്നും സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് മൂന്നാമത്തേതായി അവൻ സാക്ഷ്യം വഹിക്കേണ്ടത് വ അന്ന ഈസാ അബ്ദുല്ലാഹി വറസൂലുഹു, ഈസാ നബി അള്ളാഹുവിന്റെ അബ്ദാണ്, അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ റസൂലുമാണ്. ഇവിടെ ഈസാ നബിയെ കുറിച്ച് പറയാനുള്ള കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, ശേഷം ഈസാ നബിയെ കുറിച്ച് പ്രതിപാദിച്ചു. കാരണം റസൂലിന് ശേഷം, അതായത് ഈസാ നബിക്ക് ശേഷം വരുന്നത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് എന്ത് പ്രതിപാദിച്ചത്? റസൂലിനെ പറഞ്ഞതിന് ശേഷം ഈസാ നബിയെ പ്രതിപാദിച്ചത്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ ആളുകൾ പിഴച്ചത് ആരുടെ വിഷയത്തിലാണ്? ഈസാ നബിയുടെ വിഷയത്തിലായിരുന്നു. അതുകൊണ്ടാണ് റസൂലിനെ പ്രതിപാദിച്ചതിന് ശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രതിപാദിച്ചത്. ഈസാ നബിയും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാം ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരാണ്. ഉലുൽ അസ്മിൽ തന്നെ പ്രധാനികളായ രണ്ട് അമ്പിയാക്കളാണ്. ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും, രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും. അതിൽ ഏറ്റവും പ്രധാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ ഈസാ നബിയുടെ വിഷയത്തിലും രണ്ടാളുകൾക്ക് എന്തുണ്ട്? മറുപടി ഉണ്ട്. ഒന്ന്, ഈസാ നബിയുടെ വിഷയത്തിൽ അതിര് കടന്ന ചില ആളുകളുണ്ട്. ഈസാ നബിയുടെ വിഷയത്തിൽ എന്ത് ചെയ്തു? അവർ അതിര് കടന്നു എന്നാണ്. അവരെന്തൊക്കെയാണ് ഈസാ നബിയുടെ വിഷയത്തിൽ പറഞ്ഞത്? ഈസാ നബി റബ്ബാണ്, ഈസാ നബി തന്നെയാണെന്ത്? ദൈവം എന്ന് വാദിക്കുന്ന ആളുകൾ. അതല്ലെങ്കിൽ ഈസാ നബി ദൈവപുത്രനാണ് എന്ന് വാദിക്കുന്ന ആളുകൾ. അതുമല്ല എങ്കിൽ ഈസാ നബി ത്രിയേകത്വം എന്ന് പറയുന്ന വാദം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതിനെല്ലാമുള്ള മറുപടിയാണെന്ത്? ഈസാ നബി അള്ളാഹുവിന്റെ അബ്ദാണ്, അള്ളാഹുവിന്റെ അടിമയാണ് ഈസാ നബി എന്നത് ഈ പറയുന്ന ആളുകൾക്കെല്ലാമുള്ള മറുപടിയാണ്. ഇനി അടുത്തത് പറയുന്നത്, ഈസാ നബിയുടെ വിഷയത്തിൽ ലാഘവം കാണിച്ച ആളുകൾ. അതായത് ഈസാ നബി റസൂലാണ്. ചില ആളുകൾ പറഞ്ഞു, എന്തല്ല, റസൂലല്ല, വ്യഭിചാരത്തിൽ നിന്നുണ്ടായ പുത്രനാണ് ഈസാ നബി എന്ന് പറഞ്ഞു. നഊദു ബില്ലാഹ്. അതുമാത്രല്ല, ഈസാ നബിയുടെ ഉമ്മ വേശ്യയാണ് ഈസാ നബിയുടെ ഉമ്മ എന്ന് അവർ വിശേഷിപ്പിച്ചു. ഈസാ നബി പ്രവാചകനല്ല എന്ന് വിശേഷിപ്പിച്ചു. അത് യഹൂദികളാണ് ഈസാ നബിയുടെ വിഷയത്തിൽ വളരെ ലാഘവം കാണിച്ച ആളുകൾ. അതേ സമയത്ത് ഈസാ നബിയുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞ ആളുകൾ അത് നസാറാക്കളാണ് ഈസാ നബിയെ ദൈവമായി ചിത്രീകരിക്കുകയും അങ്ങനെ ഈസാ നബിയെ ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. എന്നിട്ട് ഹദീസിൽ പറയുന്നത്, അതിനുശേഷം പറയാം, വകലിമതുഹു അൽഖാഹ ഇലാ മർയമ. വകലിമതുഹു, അല്ലാഹുവിന്റെ കലിമത്ത് എന്ത് ചെയ്തു? അൽഖാഹ, അല്ലാഹു ഇട്ടുകൊടുത്തു, ഇലാ മറിയം, ആർക്ക്? മറിയം ബീവിക്ക് ഇട്ടുകൊടുത്തു എന്ന്. ഇവിടെ കലിമത്തുഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുൻ എന്ന പദമാണ്. അല്ലാഹു കുൻ എന്ന് പറഞ്ഞു, എന്ത് ചെയ്തു? ഈസാ നബി ഉണ്ടായി എന്നാണ്. അതല്ലാതെ എന്തല്ല, അള്ളാഹുവിന്റെ സംസാരം തന്നെയല്ല ഈസാ നബി എന്നത്. ചില ആളുകൾ അങ്ങനെ വ്യാഖ്യാനിച്ചു. അതായത് അള്ളാഹുവിന്റെ സംസാരം തന്നെയാണെന്ത്? ഈസാ നബി എന്ന് വാദിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ സംസാരം തന്നെയാണ് ഈസാ നബി എന്ന് വാദിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? അള്ളാഹുവിന്റെ സംസാരം സൃഷ്ടിയാണോ? അല്ല, അള്ളാഹുവിന്റെ സംസാരം സൃഷ്ടിയല്ല. അപ്പൊ ഈസാ നബി ആരായി? ഈസാ നബി അള്ളാഹു തന്നെയാണ് എന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. അത് പല ആളുകളും മനസ്സിലാക്കിയെടുത്തു വന്ന പിഴവാണ്. വകലിമതുഹു എന്നതിന്റെ ഉദ്ദേശം കുൻ എന്ന പദമാണ്. കുൻ എന്ന് അള്ളാഹു പറഞ്ഞു. ആ കുൻ എന്ന പദത്തിൽ നിന്നാണ് ആരുണ്ടാകുന്നത്? ഈസാ നബി ഉണ്ടാകുന്നത്. വകലിമതുഹു അൽഖാഹ ഇലാ മറിയം, മറിയം ബീവിക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് പറയാണ്, വറൂഹും മിൻഹു
വറൂഹുൻ മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റൂഹാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇട്ടുകൊടുത്തത്. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ആ വിഷയത്തിൽ സംശയം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് എന്നതിന്റെ ഉദ്ദേശം അള്ളാഹു സൃഷ്ടിച്ച റൂഹ്, അള്ളാഹു ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈസാ നബിയുടെ റൂഹ് സൃഷ്ടിച്ചത് എന്നാണ്. അല്ലാതെ എന്തല്ല, അള്ളാഹു തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒന്ന് കൊടുത്തു എന്നല്ല, മറിച്ച് അള്ളാഹു സൃഷ്ടിച്ച റൂഹ്. ആ റൂഹിനൊരു പ്രത്യേകതയുണ്ട്. ആര് സൃഷ്ടിച്ചതാണ്? അള്ളാഹു സൃഷ്ടിച്ചതാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാനുള്ള കാരണം അതിന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് വിശേഷിപ്പിച്ചിട്ടുള്ളത്, ആ രൂപത്തിൽ വിശേഷിപ്പിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, അന്നൽ ഇളാഫത ഇലല്ലാഹി ജാഅത് അലാ ഖിസ്മൈനി, അള്ളാഹുലേക്ക് ചില കാര്യങ്ങൾ ചേർത്തി പറയും. അത് രണ്ട് രൂപത്തിലാണ്. അള്ളാഹുലേക്ക് ചേർത്തി പറയുന്ന കാര്യങ്ങൾ രണ്ട് രൂപത്തിൽ. ചിലപ്പോൾ നമ്മൾ പറയും ഇൽമുള്ള, അള്ളാഹുവിന്റെ അറിവ്. അപ്പൊ അള്ളാഹുവിന്റെ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറിട്ട് നിൽക്കുന്ന ഒന്നാണോ? അല്ല, അള്ളാഹുവിന്റെ കൂടെ തന്നെ ഉള്ള ഒന്നാണ് അള്ളാഹുവിന്റെ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് അങ്ങനെ ചേർക്കുന്നത്, അതായത് അള്ളാഹുവിന്റെ വിശേഷണം അതെന്ത് ചെയ്യുന്നു, അള്ളാഹുവിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. രണ്ടാമത്തേത് ഇളാഫത്തു മഖ്ലൂഖിൻ ഇലാ ഖാലിഖിഹി, മഖ്ലൂഖിന് എന്ത് ചെയ്യാ, അള്ളാഹുവിലേക്ക് ചേർക്കുക. ഉദാഹരണത്തിന് ഇന്ന അർളി വാസിഅത്തുൻ, അള്ളാഹ് പറയാണ് എന്റെ ഭൂമി വിശാലമാണ് എന്ന് പറയാം. അപ്പൊ എന്റെ ഭൂമി വിശാലമാണ് എന്ന് പറയുമ്പോൾ ഭൂമിയും അള്ളാഹു ആണ് എന്നാണ് അർത്ഥം? അല്ല, ഭൂമിയും അള്ളാഹു ആണ് എന്നല്ല അതിന്റെ അർത്ഥം. അതേപോലെയാണ് ഇവിടെയും. ഇവിടെ എന്താ പറഞ്ഞത്, വറൂഹുൻ മിൻഹു, അതായത് അള്ളാഹു സൃഷ്ടിച്ചതായ റൂഹ് എന്നാണ് അർത്ഥം. ചിലയിടത്ത് പ്രയോഗിക്കാറുണ്ട് ഇബാദുർ റഹ്മാൻ, റഹ്മാനിന്റെ അടിമകൾ. അതിന്റെ അർത്ഥം റഹ്മാൻ തന്നെയാണെന്നാണോ, അള്ളാഹു തന്നെയാണ് ആ അടിമകൾ എന്നാണോ? ഒരിക്കലും അല്ല. അതേപോലെ തന്നെ നാഖത്തുള്ള, അള്ളാഹുവിന്റെ ഒട്ടകം, അതിനൊക്കെ എന്തുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിലേക്ക് ചേർത്തപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നാഖത്ത് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ സൃഷ്ടിയാണ്. അതേപോലെയാണ് വറൂഹും മിൻഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർറൂഹു. അർറൂഹു എങ്ങനെയുള്ള റൂഹ്? അള്ളാഹു സൃഷ്ടിച്ചതായ റൂഹാണ് അള്ളാഹു ഈസാ നബിക്ക് ഇട്ടുകൊടുത്തത് എന്നാണ് ഹദീസിന്റെ വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. വകലിമതുഹു അൽഖാഹ ഇലാ മർയമ വറൂഹുൻ മിൻഹു. പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയമാണ്. ആ സംശയം ഒരിക്കലും ചെയ്യാൻ പാടില്ല, നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. എന്നിട്ട് പറയാണ് വൽ ജന്നതു ഹഖ്ഖുൻ വൽ ജന്നത ഹഖ്ഖുൻ വന്നാറ ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. അതായത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് വാക്കുകൾ, ഹദീസിൽ ഉപയോഗിച്ച രണ്ട് വാക്കുകൾ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്. അതായത് സ്വർഗം സത്യമാണ്, സ്വർഗം എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് എന്നത് ഉറപ്പാണ് എന്നാണ്. നരകം എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് എന്നത് ഉറപ്പാണ്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്, അത് എന്തായാലും പുലരും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ജീവിക്കേണ്ടത് സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, നരകത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഓരോ നിമിഷങ്ങളും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കേണ്ടത്. അവിടെയാണ് ഇഹ്സാനിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ എന്ത് ചെയ്യണം, നീ ഇബാദത്ത് ചെയ്യണം. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അവനെ കാണുന്നില്ല എങ്കിലും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, നിന്നെ കാണുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ പിന്നിൽ സ്വർഗത്തെ നമ്മൾ കാണണം. ഏത് തിന്മയിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുമ്പോഴും കാലെടുത്ത് വെക്കുമ്പോഴും വന്നാറ ഹഖ്ഖുൻ, നരകം എന്നത് സത്യമാണ്, അത് സംഭവിക്കും. എൻ്റെ ഈ തിന്മ ചിലപ്പോൾ എന്നെ നരകത്തിലേക്കാണ് എത്തിക്കുക എന്നൊരു പേടി നമുക്ക് എപ്പോഴും ഉണ്ടാകണം എന്നാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ചില ഉലമാക്കൾ പറഞ്ഞു വെക്കുന്നത് ഉഖ്രിജ അബൂക ആദം, നിന്റെ പിതാവായ ആദം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ബിഖതീഅത്തിൻ വാഹിദ, ഒറ്റ ഒരു തിന്മ കാരണത്താലാണെന്നാണ്. ഒറ്റ ഒരു തിന്മയാണ് സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പുറത്താക്കിയതെന്നാണ്. അതുകൊണ്ട് സ്വർഗം സത്യമാണ്, നരകം സത്യമാണ് എന്നതിന്റെ വിവക്ഷ സ്വർഗം ഇപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നരകം ഇപ്പോഴും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇത്തലഅതു ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് എത്തി നോക്കി, ഫറഅയ്തു അക്സറ അഹ്ലിഹൽ ഫുഖറാ, ഏറ്റവും കൂടുതൽ ആളുകളെ എനിക്കതിൽ കാണാൻ സാധിച്ചത് ഫുഖറാക്കളെയാണെന്നാണ്, പാവപ്പെട്ട ആളുകളെയാണ് എനിക്കതിൽ കാണാൻ സാധിച്ചത്. വത്തലഅതു ഫിന്നാർ, നരകത്തിലേക്ക് ഞാൻ എത്തി നോക്കി, ഫറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ, ഏറ്റവും കൂടുതൽ ആളുകളെ എനിക്കതിൽ കാണാൻ സാധിച്ചത് സ്ത്രീകളെയാണ്.
അപ്പൊ ഈ ഹദീസിൽ റസൂൽ പറയുന്നതാ, ഞാൻ സ്വർഗത്തിലേക്ക് എത്തി നോക്കി, നരകത്തിലേക്ക് എത്തി നോക്കി. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താ? സ്വർഗവും നരകവും മുമ്പേ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകൾ അത്രയും ആളുകൾ നരകത്തിൽ കാണാൻ ഇടയായത് എന്നതിന്റെ വിശദീകരണത്തിൽ പറയുന്നത്, അതായത് സ്ത്രീകൾ എന്ത് സ്വഭാവമുള്ള ആളുകളാണ്? യക്ഫുർനൽ ആശീറ, അവർ നിഅമത്തുകൾ നിഷേധിക്കുന്ന ആളുകളാണ്. അവർക്ക് എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ അവർ പറയും, കുറച്ചു കാലം കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്തു തന്നിട്ടില്ല എന്ന നിഷേധാത്മകമായ സ്വഭാവം. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം. ഇനി ഇത് സ്ത്രീകൾക്ക് മാത്രം ബാധകമല്ല. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയ ചില ആളുകളുണ്ട്, ഇത് സ്ത്രീകൾക്ക് മാത്രം ബാധകമാണ് എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ട്. നേരെ മറിച്ച് ഒരു പുരുഷൻ അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെങ്കിലോ, ഒരുപാട് അനുഗ്രഹം ലഭിക്കുന്നു, എന്നാൽ ഓനും എന്തെയാണ്, ചില സന്ദർഭത്തിൽ ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഒന്നും തന്നെ എനിക്ക് ഇതുവരെ ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവനും എന്തുണ്ട്? ആ സ്വഭാവത്തോട് സാമ്യതയുണ്ട് എന്നാണ്. അതുകൊണ്ട് യക്ഫുർനൽ ആശീർ, ആ നിഅമത്ത് നിഷേധിക്കുക എന്നത് വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കൊരാൾ ചെയ്തു തന്ന് ആ അനുഗ്രഹം തിരിച്ചറിയാതിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ നന്ദികേടാണ്, വലിയ നന്ദികേടായിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ നന്ദി കെട്ടവനാണെന്നാണ്. ഒരു നന്ദിയുമില്ലാത്തവനാണ് മനുഷ്യൻ എന്ന് അള്ളാഹു പ്രയോഗിക്കാനുള്ള കാരണം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സംസാരങ്ങൾ നടത്തുന്നതിന് മുമ്പ്, അത്തരം ദേഷ്യങ്ങൾ നമ്മുടെ പുറത്തു വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നാവിനെ പിടിച്ചു വെക്കണം എന്നതാണ്. നമ്മുടെ നാവിനെ നമ്മൾ പിടിച്ചു വെക്കണം. അത്തരം വാക്കുകൾ പറയാതിരിക്കാൻ നമ്മൾ വളരെയധികം സൂക്ഷ്മത നമ്മൾ പാലിക്കണം. അല്ല എങ്കിൽ നമ്മുടെ പര്യവസാനം നരകമായിരിക്കും. നമ്മുടെ അവസാനം അത് നരകമായിരിക്കും എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇങ്ങനെയൊക്കെ ഒരാൾ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവൻ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിക്കുക. രണ്ട്, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിക്കുക. രണ്ട്, ഈസാ നബി അബ്ദാണ് റസൂലാണ് എന്ന് സാക്ഷ്യം വഹിക്കുക. അതോടൊപ്പം തന്നെ സ്വർഗം സത്യമാണ്, നരകം സത്യമാണ് എന്ന് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവനെ സ്വർഗത്ത് പ്രവേശിപ്പിക്കും. എന്നിട്ടോ അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ, അവന്റെ അമലുകൾ എത്രയാണോ അതനുസരിച്ച് അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന. അമലുകൾ, അത്യാവശ്യം അമലുകൾ അവൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പ്രവർത്തനത്തിനനുസരിച്ച് എന്ത് ചെയ്യും? അവനക്ക് സ്വർഗത്തിൽ പദവി ഉണ്ടാകും. എന്നാൽ അമലുകൾ കുറവാണെങ്കിലോ അതിനനുസരിച്ച് അവന്റെ സ്വർഗത്തിലെ പദവി കുറയുന്ന. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ പിന്നെയും ആഗ്രഹിക്കുന്നത്, ഞാൻ ദുനിയാവിൽ ചെയ്തു വെക്കാതെ പോയ ചില നന്മകളുണ്ട്, ചെയ്യാതെ പോയ, നഷ്ടപ്പെടുത്തിയ, പാഴാക്കിയ ചില നന്മകളുണ്ട്, അതെനിക്ക് അവിടുന്ന് ചെയ്യാമായിരുന്നല്ലോ എന്ന് അവൻ വിലപിക്കുന്ന. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ നിമിഷങ്ങളും അമലുകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് സജ്ജമാക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അടുത്ത ഹദീസായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത്ബാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. വല്ലാത്ത ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല നരകം ഹറാമാക്കിയിട്ടുണ്ടെന്ന്. നരകം അവനെ സ്പർശിക്കുകയില്ല. ആരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ വ്യക്തിയെ. എങ്ങനെ പറഞ്ഞു? യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. അങ്ങനെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നരകം ഹറാമാണ്. നരകം അവനെ സ്പർശിക്കുകയില്ല എന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഹദീസ് ഉദ്ധരിച്ച ഓരോ സഹാബിമാരെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ സഹാബിയും ബദറിൽ പങ്കെടുത്ത സഹാബാക്കളെയാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവരുടെ ഹദീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഹദീസ് കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്ഥിതി എന്തായിരുന്നു എന്നും സഹാബത്തിന്റെ മനസ്ഥിതി എന്തായിരുന്നു എന്നുകൂടി മനസ്സിലാക്കണം. ഈ ഹദീസ് കേട്ടപ്പോൾ സഹാബാക്കളുടെ അവസ്ഥയെ വിവരിച്ചുകൊണ്ട് പറയുകയാണ്, അസ്സഹാബത്തു മാ ഫരിഹു കഫർഹിഹിം ബിമാ ഖാല ഹഉനാ. ഈ ഹദീസ് കേട്ടപ്പോൾ സഹാബാക്കൾ സന്തോഷിച്ച അത്ര മറ്റൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അവർ സന്തോഷിച്ചിട്ടില്ല എന്നാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾക്ക് എന്താണ്? നരകത്തിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന്. എന്തിനു വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത് അത് സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്നതിന്റെ പേരിൽ അവർ സന്തോഷിച്ചിരുന്നു എന്നാണ്.
അതോടൊപ്പം തന്നെ അന്ന അനസൻ ഖാല ലിബ്നിഹി അബീ ബക്രിൻ, അനസ് റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറയാറുണ്ടായിരുന്നു, ഇഹ്ഫൽ ഹാദൽ ഹദീസ്, നീ ഈ ഹദീസ് എന്ത് ചെയ്യണം, കാണാതെ പഠിക്കണം. ഫഇന്നഹു മിൻ കുനൂസിൽ ഹദീസ്, ഹദീസുകളുടെ കൂട്ടത്തിൽ വലിയ വലിയ വമ്പിച്ച ശേഖരമാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞു കൊടുത്തു എന്ന്. അത് നരകം നിഷിദ്ധമാണ് എന്നാണ് ഹദീസിൽ പറയുന്നുള്ളത്. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് അവൻ നരകം നിഷിദ്ധമാണ്. എന്നാൽ എത്ര ആളുകളാണ് ശിർക്കിൽ അകപ്പെട്ടുകൊണ്ട് അവരുടെ എല്ലാ കർമ്മങ്ങളും അവർ പാഴാക്കി കളയുന്നത്. എന്നാൽ അള്ളാഹു അതിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തി എന്നത് വലിയ അനുഗ്രഹം, വലിയ വമ്പിച്ച അനുഗ്രഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ല റസൂലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നരകം നിഷിദ്ധാണല്ലോ. അപ്പൊ അത്ഭുതത്തോടു കൂടി അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, വ ഇൻ സന വ ഇൻ സരിഖ, അവൻ വ്യഭിചരിച്ചവനാണെങ്കിലോ റസൂലേ, അവൻ മോഷ്ടിച്ചവനാണെങ്കിലോ റസൂലേ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വ ഇൻ സന, അവൻ വ്യഭിചരിച്ചവനാണെങ്കിലും ശരി, വ ഇൻ സരിഖ, അവൻ മോഷ്ടിച്ചവനാണെങ്കിലും ശരി, നരകം അവന് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ്. എന്നാൽ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തു സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതൊന്നും തന്നെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. അള്ളാഹു അതിലേക്ക് നോക്കുക പോലും ചെയ്യുകയില്ല. എന്തുകൊണ്ട്? ഷിർക്ക് എന്ന വൻപാപം അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു എന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്, ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ നരകം അവന് നിഷിദ്ധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കലിമത്തുൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ പദമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കലിമത്തു തൗഹീദ്, തൗഹീദിന്റെ കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽ ഉർവത്തുൽ വുസ്ഖ, ഏറ്റവും നല്ല ഉറപ്പുള്ള കയറാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹിയല്ലതി മിൻ അജ്ലിഹാ ഖലഖല്ലാഹു സമാവാതി വൽ അർദ്, അല്ലാഹു ആകാശത്തെയും ഭൂമിയെയും എല്ലാം പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. അഫ്ളലു ദിക്ർ, ദിക്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മറ്റുള്ള ദിക്റിനില്ലാത്ത ഒരുപാട് പ്രത്യേകതയുണ്ട്. അതായത് നമുക്ക് ചുണ്ടനക്കാതെ പറയാൻ പറ്റുന്ന ഒരേ ഒരു ദിക്ർ ഏത് മാത്രമാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ്. ചുണ്ടനക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ദിക്ർ പറയാൻ പറ്റും. അതായത് നമ്മൾ പറയുന്നുണ്ട് എന്നുള്ളത് മറ്റൊരാൾ അറിയില്ല എന്നുള്ളതാണ്. അതാണ് കലിമത്തുൽ ഇഖ്ലാസ്, അത് ഇഖ്ലാസിന്റെ പദമാണ് എന്ന് വിശേഷിപ്പിച്ചത്. അത് മാത്രല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരു പുള്ളി പോലുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നുക്ത, അറബിയിൽ പൊതുവെ എന്തെയും അക്ഷരത്തിന് പുള്ളിക്കുത്തുണ്ടാകും, ഇതിനെന്തില്ല, പുള്ളികളില്ല എന്നാണ്. അത് മാത്രമല്ല, 3 അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ലാമ്, മറ്റൊന്ന് അലിഫ്, മറ്റൊന്ന് ഹാ. ലാ ഈ ലാമ് അലിഫ് ഹാ, ഈ 3 അക്ഷരങ്ങൾ ചേർത്തിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ചില ഹദീസുകളിൽ പറഞ്ഞു, ചില ഹദീസുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതേ ഹദീസാണ്. ഈ ഹദീസിന്റെ മറ്റു ചില സനദുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ കാണുന്നത്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ പറയണം? മുസ്തൈഖിനൻ ബിഹാ ഖൽബുഹു, അവന്റെ ഹൃദയത്തിൽ യഖീനോടുകൂടി പറഞ്ഞാലാണ് നരകം അവന് നിഷിദ്ധമാവുക. മറ്റു ചില ഹദീസിൽ പറഞ്ഞു ഖാലിസം മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ നിന്ന് ശുദ്ധമായ നിലക്ക് ഇഖ്ലാസോടുകൂടി അവൻ പറഞ്ഞു കഴിഞ്ഞാലാണ് നരകം നിഷിദ്ധമാകുക എന്ന്. അതായത് വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണെങ്കിൽ അവന്റെ ഹൃദയത്തിലുള്ള എല്ലാ വിഗ്രഹങ്ങളെയും അവൻ എടുത്തു മാറ്റണം. അവന്റെ ഹൃദയത്തിൽ അള്ളാഹു അല്ലാതെ ഏതെങ്കിലുമൊക്കെ അടിമകളാണ് അവന്റെ ഹൃദയത്തിലുള്ളത് എങ്കിൽ അവരെ തച്ചുടക്കണം. അവരില്ലാതെ അള്ളാഹു മാത്രമായിരിക്കണം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരേ ഒരു ഇലാഹ്. ആ അള്ളാഹു മാത്രം വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിനെ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നരകം നിഷിദ്ധമാണ്. ഇവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില ഷർത്തുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില ഷർത്തുകളുണ്ട്. അതിനെ കവിതയിൽ ചില ഉലമാക്കൾ പാടുന്നത് ഇൽമുൻ യഖീനുൻ വ ഇഖ്ലാസുൻ വസിദ്ഖുക മഅ മഹബ്ബത്തിൻ വൻഖിയാദിൻ വൽ ഖബൂലു ലഹാ എന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷർത്തുണ്ട്. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കപ്പെടൂല. ആ ഷർത്തുകൾ പാലിക്കണം. ഒന്നാമത്തെ ഷർത്ത് അൽ ഇൽമു, അറിവുണ്ടാകണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് കൃത്യമായ അറിവുണ്ടാകണം. അവൻ എന്തടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്, എന്താണ് അതിന്റെ അർത്ഥം, എന്താണ് അതിന്റെ ആശയം എന്നത് തിരിച്ചറിയണം.
അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും അവൻ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നാണ്. അവിടെ ആദ്യമായി പറഞ്ഞത് എന്താ? ഫഅലം, നീ മനസ്സിലാക്കണം, നീ പഠിക്കണം, നീ കാര്യം പഠിക്കണം. എന്താ പഠിക്കേണ്ടത്? അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന വിഷയം നീ പഠിക്കണം എന്നാണ്. അപ്പൊ ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അറിവുണ്ടാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എത്ര റുക്നുകളാ ഉള്ളത്? ഷർത്തുകൾ ഒന്ന് നമ്മൾ പറഞ്ഞു, റുക്ന് രണ്ടെണ്ണാണ്. 2 റുക്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഉള്ളത്. ഒന്ന് ഇസ്ബാത്താണ്, മറ്റൊന്ന് നഫിയാണ്. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, നിഷേധിച്ചു, എല്ലാ ഇലാഹിനെയും നിഷേധിച്ചു. എന്നിട്ട് പറയാണ് ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ്. അതാണ് ഇസ്ബാത്ത്. ഈ 2 റുക്നുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ 2 റുക്നുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അറിവുണ്ടാകുക എന്ന് പറഞ്ഞത്. രണ്ടാമത്തേത് യഖീൻ ഉണ്ടാകണം. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരാ, അതനുസരിച്ച് അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവന്റെ വിശ്വാസം ദൃഢമാകേണ്ടതുണ്ട്. മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരും എന്ത് പറഞ്ഞിട്ടുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. റസൂലിന്റെ മുമ്പിൽ പറഞ്ഞു വന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന സന്ദർഭത്തിൽ ഇൽമോട് കൂടിയിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. അറിവോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. രണ്ടാമത്തേത് യഖീൻ ഉണ്ടാകണം. ദൃഢമായ വിശ്വാസം ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അവനുണ്ടാകണം. അതല്ലാതെ മുനാഫിഖീങ്ങൾ പറയുന്നത് പോലെ നാവ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, എന്നാൽ ഹൃദയത്തിൽ എന്തില്ല? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവുകയില്ല എന്ന്. ഇന്ന് പല ആളുകളും ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നാവ് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. അവരുടെ ഹൃദയത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രവേശിച്ചിട്ടില്ല എന്നാണ്. ഒന്നാമത്തേത് ഇൽമാണ്, രണ്ടാമത്തെ ഷർത്ത് യഖീനാണ്, മൂന്നാമത്തേത് ഇഖ്ലാസാണ്. നിഷ്കളങ്കമായി കൊണ്ട് എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. അതുമാത്രമല്ല, ഇഖ്ലാസ് ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അവന്റെ ഇബാദത്ത് അല്ലാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക് പോകാനും പാടില്ല. അല്ലാഹു അല്ലാത്ത ഇതര സൃഷ്ടികളിലേക്ക് അവന്റെ ഇബാദത്തുകൾ പോകുന്നുണ്ട് എങ്കിൽ അത് ഇഖ്ലാസിന് വിരുദ്ധമാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടല്ലാതെ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി അല്ലാഹുവിന് ഇബാദത്തുകൾ ചെയ്യണം എന്നതല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അതായത് ഇഖ്ലാസോട് കൂടിയിട്ടാണ് അമല് ചെയ്യേണ്ടത് എന്ന കൽപ്പനയാണ് അവർക്ക് വന്നിട്ടുള്ളത്. നാലാമത്തേത് സത്യസന്ധത ഉണ്ടാകണം. സത്യസന്ധതയോടുകൂടിയായിരിക്കണം അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തി കഴിഞ്ഞാൽ അള്ളാഹു അവനോട് എന്ത് ചെയ്യും? സത്യസന്ധത പുലർത്തും. എന്നാൽ അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തിയിട്ടില്ല എങ്കിൽ അള്ളാഹു അവനോടും സത്യസന്ധത പുലർത്തുകയില്ല എന്നാണ്. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ ഒരു സത്യസന്ധത നമുക്കുണ്ടാകണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സിദ്ഖൻ മിൻ ഖൽബിഹി, സത്യസന്ധതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് പറയാനുള്ള കാരണം, കാഫിരീങ്ങൾ അവർക്ക് എന്തില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ സത്യസന്ധതയില്ല. മുനാഫിഖീങ്ങൾക്കും സത്യസന്ധതയില്ല. അഞ്ചാമത്തെ ഷർത്ത് മഹബ്ബത്ത്, സ്നേഹത്തോടു കൂടിയായിരിക്കണം അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പനകളാണ് അവനേറെ ഇഷ്ടമുള്ളത്. അള്ളാഹു നിരോധിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനോട് അവന് വെറുപ്പായിരിക്കും. കാരണം ആരാണ് നിരോധിച്ചത്? അള്ളാഹുവാണ് നിരോധിച്ചത്. അള്ളാഹുവാണ് ചെയ്യണ്ട എന്ന് പറഞ്ഞത്. അള്ളാഹുവാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് ആ വിലക്കിനെ അവൻ ബഹുമാനിക്കും, അത് ചെയ്യാതിരിക്കും. അള്ളാഹുവിന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുകയും അത് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. ആറാമത്തേത് ഇൻഖിയാദു ഐ അൽ ഇദ്ആനു ലഹാ, കീഴൊതുങ്ങുക എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, പക്ഷെ പറഞ്ഞതനുസരിച്ച് അവൻ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നു. അഹങ്കാരമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരമില്ലെങ്കിൽ മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ പൂർത്തീകരിക്കപ്പെടാനാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, എന്നാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിലോ, അവൻ കിബ്ർ കാണിക്കുകയാണെങ്കിലോ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, അഹങ്കാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അതാണ് പറഞ്ഞത് മിസ്കാലു ദർറ, ഒരു അണുമണിത്തൂക്കം അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഒരു അണുമണിത്തൂക്കം അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. ഞാനാണ് മറ്റോനേക്കാളും നല്ലവൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം എന്ത് ചെയ്യും? ആരംഭിക്കും എന്നുള്ളതാണ്. കിബറിനെ കുറിച്ച് പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്,
ബത്തറുൽ ഹഖി വഗംതുൻ നാസ്. ഒന്ന് സത്യത്തെ മറച്ചു വെക്കാം. നമുക്ക് സത്യം എന്ത് ചെയ്യാൻ പറ്റണില്ല, സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. രണ്ടാമത്തേത് ജനങ്ങളെ ചെറിയ കണ്ണോടുകൂടി കാണുക. ഞാനാണ് കുറച്ചൊക്കെ ശരിയുള്ളത്, ബാക്കിയുള്ള ആളുകളൊക്കെ എൻ്റെ താഴെയാണ് എന്ന ചിന്ത അഹങ്കാരത്തിന്റെ ചിന്തയാണ്. അത് അഹങ്കാരത്തിന്റെ ചിന്തയാണ്. സംസാരിക്കുന്ന സമയത്ത്, ഇടപഴകുന്ന സമയത്ത്, പ്രത്യേകിച്ചും വീട്ടിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്നെക്കാളും താഴെയാണ് എന്നിങ്ങനെയുള്ള ഒരു തോന്നൽ നമുക്ക് വരുന്നുണ്ട് എങ്കിൽ അഹങ്കാരത്തിന്റെ വേരുകളാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊട്ടി വരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവസാനത്തെ ഷർത്ത്, ഏഴാമത്തെ ഷർത്ത്, അൽ ഖബൂലു ലഹ, പൂർണ്ണ മനസ്സോടുകൂടി അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. പൂർണ്ണ മനസ്സോടുകൂടി ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ സ്വീകരിക്കണം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ. ഈ ഷർത്തുകൾ ഒന്ന് നമ്മൾ കാണാതെ പഠിക്കണം. രണ്ടാമത്തേത്, ഇത് നമ്മൾ കൃത്യമായ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പല ആളുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, അതിന്റെ ഷർത്തുകൾ അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ഒന്നാമത്തേത് ഇൽമാണ്, രണ്ടാമത്തേത് യഖീനാണ്, മൂന്നാമത്തേത് ഇഖ്ലാസാണ്, നാലാമത്തേത് സിദ്ഖാണ്, അഞ്ചാമത്തേത് മഹബ്ബത്ത്, ആറാമത്തേത് ഇൻഖിയാദ്, ഏഴാമത്തേത് ഖബൂൽ, അത് സ്വീകരിക്കുക എന്നതാണ്. ഇങ്ങനെ എന്ത് ചെയ്യണം, ഈ 7 ഷർത്തുകൾ പാലിച്ചുകൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നരകം ഹറാമാണ്. അപ്പൊ നരകം ഹറാമാണ് എന്ന് പറയുമ്പോൾ 2 ഉദ്ദേശങ്ങളാണ് അവിടെ. ഒന്ന്, നരകത്തിലേക്ക് പ്രവേശിക്കാതെ തന്നെ നേരെന്ത് ചെയ്യും, സ്വർഗത്ത് പ്രവേശിക്കും. ആദ്യ അവസരത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ, തുടക്കത്തിൽ തന്നെ ചില ആളുകൾ സ്വർഗത്ത് പ്രവേശിക്കും. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം. ചില തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മകളെ ഓർത്തെന്ത് ചെയ്യും, അവർ അള്ളാഹുവിനോട് പാപമോചനം തേടും, അള്ളാഹുവെ പുറത്തു തരണമെന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്യും, അള്ളാഹു അവർക്കത് പുറത്തു കൊടുക്കും. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ 2 രൂപത്തിലാണ് സ്വർഗത്ത് പ്രവേശിക്കുക. ഒന്നാമത്തെ വിഭാഗം നേരിട്ട് എന്ത് ചെയ്യും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അവർക്ക് നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ഹറാമാണ്, അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഉദ്ദേശം തഹരീമുദ്ദുഖൂൽ, നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നത് അള്ളാഹു ഹറാമാക്കി. രണ്ടാമത്തേത് തഹരീമുൽ ഖുലൂദ്, തൗഹീദുള്ള ആളുകൾ നരകത്തിൽ ശാശ്വതനാവോ? ഇല്ല. നരകത്തിൽ ശാശ്വതനാവുക എന്നത് എന്താണ്, ഹറാമായ വിഷയമാണ് എന്നാണ്. അതായത് ഒരാൾ നരകത്തിലേക്ക് തൗഹീദുള്ള ഒരാൾ എത്തിപ്പെടുമോ എന്ന് ചോദിച്ചാൽ എത്തിപ്പെടും. എപ്പോൾ? അവൻ തൗഹീദിനെ കവച്ചു വെക്കുന്ന രൂപത്തിലുള്ള തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ നരകത്തിലേക്ക് എത്തിപ്പെടുന്നുള്ളതാണ്. തൗഹീദിനെ കവച്ചു വെക്കുന്ന രൂപത്തിൽ തിന്മകൾ ചെയ്യണം. അല്ലാത്തടത്തോളം കാലം അവൻ സ്വർഗത്തിലേക്കാണ് എന്ത് ചെയ്യാം, അള്ളാഹു അവനെ കൊണ്ടെത്തിക്കുക എന്നാണ്. അതാണ് ഹദീഫു ബിതാഖ, വളരെ പ്രശസ്തമായ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരാൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വരും, 99 ഏടുകൾ മുഴുവനും തിന്മകളാണ്, നന്മയല്ലാത്ത ഒന്നുമില്ല. ഒരു ഏട് പരിശോധിച്ചു കഴിഞ്ഞാൽ മദ്ദൽ ബസർ, നമ്മുടെ കണ്ണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണോ കണ്ണ് അവസാനിക്കുന്നത്, കാഴ്ച അവസാനിക്കുന്നത്, അവിടം വരെ എന്തുണ്ട്, ഒരു ഏടുണ്ട്. ആ ഏടിൽ മുഴുവനും തിന്മകളാണ്. അള്ളാഹു അവനോട് ചോദിക്കുന്നതാണ്, എന്റെ കിതാബത്തിന്റെ മലക്കുകൾ നിന്നോട് അക്രമം കാണിച്ചു എന്ന് നിനക്ക് പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു എന്നാണ്. പറഞ്ഞു, ഇല്ല റബ്ബേ, ഒരിക്കലും ചെയ്തിട്ടില്ല, കാണിച്ചിട്ടില്ല. എന്നിട്ട് അള്ളാഹു വീണ്ടും ചോദിക്കണം, എന്തെങ്കിലും ഒരു നന്മ ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോണിൽ നീ നന്മ ചെയ്തതായി നിനക്കറിയുമോ എന്ന് അവനോട് ചോദിക്കണം. പറയുന്നത്, ഇല്ല റബ്ബേ, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ്. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്യും, എന്നിട്ട് അള്ളാഹു അവന് പറഞ്ഞു കൊടുക്കുന്നതാണ്, ഇല്ല, നീ ഒരു നന്മ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുക്കും. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു കിഫത്തിലും അവൻ ചെയ്ത 99 ഏടുള്ള തിന്മകൾ മറ്റൊരു കിഫത്തിലും വെക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കനം തൂങ്ങും, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നുള്ളതാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠത. അപ്പൊ ആ ശ്രേഷ്ഠതയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് റസൂല് പറഞ്ഞത്, ഫഇന്നല്ലാഹ ഹറമ അലന്നാർ, നരകത്തിന്റെ മേൽ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ വ്യക്തിക്ക് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതിന് സമയം ഉണ്ടാവും, ഇല്ലല്ലോ? 10 മിനിറ്റ് ഉണ്ടാവും. അടുത്തതും കൂടി നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാന്നാണ് കരുതുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്തൊരു ഹദീസ് എന്നുള്ളത്, ഈ ഹദീസിൽ തന്നെ രണ്ട് പിഴച്ചുപോയ കക്ഷികൾക്ക് ഈ ഹദീസിൽ മറുപടി ഉണ്ട്. ചില ആളുകൾ പറഞ്ഞു, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മാത്രം മതി, എന്തിന്റെ ആവശ്യമില്ല, അള്ളാഹുവിനെ ഉദ്ദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അമലുകളുടെ ആവശ്യമൊന്നുമില്ല,
വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും? അവര് സ്വർഗത്തേക്ക് പോകും എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. അവർക്കുള്ള മറുപടിയാണ് എന്ത്? യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. അല്ലാഹുവിന്റെ ഉദ്ദേശം എന്ത് ചെയ്യണം? ഉദ്ദേശിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടതുപോലെ പറയണം, എങ്കിലേ എന്തുള്ളൂ? നരകം നിഷിദ്ധമാകുള്ളൂ. അല്ലാതെ വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ ഷർത്തുകൾ എന്ത് ചെയ്യണം? പാലിക്കണം. മുർജിആക്കൾ എന്ന് പറയുന്ന വിഭാഗം അവർ പറയുന്നത് എന്തുണ്ടായാൽ മതി? ഖൗല് മാത്രം ഉണ്ടായാൽ മതി, അമല് ഉണ്ടാകണ്ട എന്നാണ്. അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അവർ എന്തല്ല പറയുന്നത്? അവർ നേരിട്ട് ഞങ്ങൾ ഈ പിഴച്ചു പോയ ആളുകളുടെ വാദമാണ് പറയുന്നത് എന്ന് പറയാതെ എന്ത് ചെയ്യാണ്? അവർ ജനങ്ങൾക്കിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മാത്രം മതി, എന്തിന്റെ ആവശ്യമില്ല, അമലിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ ഖവാരിജുകൾക്കും മുഅ്തസിലാക്കൾക്കുമുള്ള മറുപടി ഈ ഹദീസിലുണ്ട്. ഖവാരിജുകളും മുഅ്തസിലാക്കളും പറഞ്ഞു, വൻപാപം ചെയ്ത ആളുകൾ, വലിയ തിന്മ ചെയ്ത ആളുകൾ നരകത്തിൽ ശാശ്വതനാണെന്നാണ്. എന്നാൽ തൗഹീദ് ഉണ്ടെങ്കിൽ നരകത്തിൽ ശാശ്വതനാകുമോ? ഇല്ല, ഒരിക്കലും ആവുകയില്ല എന്നാണ്. എന്നാൽ ചില പിഴച്ചു പോയ കക്ഷികൾ പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം വൻപാപമാണ് ചെയ്തതെങ്കിൽ നരകത്തിൽ ശാശ്വതനാണെന്നാണ്. അവർക്കൊക്കെയുള്ള മറുപടിയാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഹദീസ്, ഇപ്പൊ ഇതൊക്കെ നമ്മൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഫضലുകളാട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഫضലാണ് പറയുന്നത്. ഒന്നാമത്തെ ഫضലായിട്ട് നമ്മൾ പറഞ്ഞത് എന്താ? നിർഭയത്വം ഉണ്ടാകും, ഹിദായത്ത് ലഭിക്കുന്നുള്ളതാണ്. രണ്ടാമത്തേത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും എന്നാണ്. അവന് സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തേതായി ഹദീസിൽ പ്രതിപാദിക്കുന്ന വിഷയം, അതായത് നരകം എന്ത് ചെയ്യും? അവന് ഹറാമാക്കും, നരകം അവന് നിഷിദ്ധമാക്കപ്പെടുന്ന. നാലാമത്തേത് നമ്മൾ പറയാൻ പോകുന്നത് അന്ന തൗഹീദ അർജഹു ഷൈഇൻ ഫിൽ മീസാൻ. മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത് തൗഹീദായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഖാല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ റബ്ബി, ഓ റബ്ബേ, അല്ലിംനി ഷൈഅൻ അദ്കുറുക വ അദ്ഉക ബിഹി. എനിക്ക് റബ്ബേ നിന്നെ ഓർക്കാൻ, നിന്നോട് ദുആ ചെയ്യാൻ, നിന്നെ സ്മരിക്കാൻ വേണ്ടി ഒരു ദിക്ർ എന്ത് ചെയ്യണം? എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. യാ മൂസ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസ നബിയോട് അല്ലാഹ് പറഞ്ഞു, മൂസ നീ എന്ത് ചെയ്യ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയെന്ന് പറഞ്ഞു. ആ സമയത്ത് പറഞ്ഞു, യാ റബ്ബി കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ. നിന്റെ എല്ലാ അടിമകളും ഇത് തന്നെയാണ് പറയാറുള്ളത് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. മൂസാ നബി ഉദ്ദേശിച്ചത് എനിക്ക് എന്ത് ചെയ്യണം? പ്രത്യേകമായ ഒരു ദിക്ർ വേണമെന്നാണ്. കാരണം മൂസാ നബി പ്രവാചകനാണ്. മൂസാ നബിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രൂപത്തിൽ ചോദിക്കാൻ പറ്റും. ഈ ഹദീസിനെ വെച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ചോദിക്കണം എന്നുള്ളതാണ്. കാരണം അള്ളാഹുവിൻ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മൾ സാധിക്കുകയില്ല എന്ന് വിചാരിച്ചതെല്ലാം അള്ളാഹുവിന് എന്ത് ചെയ്യാൻ പറ്റും? സാധിച്ചെടുപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ സമയത്ത് മൂസാ നബിയോട് പറയാം, മൂസാ നബി എല്ലാ അടിമകളും ഇത് തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, യാ മൂസ, ഓ മൂസ, ലൗ അന്ന സമാവാതി സബ്അ, 7 ആകാശങ്ങൾ, വആമിറഹുന്ന ഗൈരി, ഞാനല്ലാതെ അവിടെ താമസിക്കുന്ന ആളുകളെല്ലാം, അതായത് മലക്കുകളൊക്കെ എന്തുണ്ട്? അവിടെ താമസിക്കുന്നുണ്ട്. വൽ അർദീന സബ്അ, 7 ഭൂമിയും 7 ആകാശവും മീസാനിന്റെ ഒരു തുലാസിൽ വെച്ച് കഴിഞ്ഞാൽ, വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊന്നിലും വെച്ച് കഴിഞ്ഞാൽ, മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെയും കനം തൂങ്ങുന്നുള്ളതാണ്. അത്രയും വിലപ്പെട്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് ജീവിതം മുഴുവനും നഷ്ടപ്പെട്ടു. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥവും ആശയവും അതിന്റെ പൊരുളും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവന്റെ ജീവിതം അർത്ഥവത്തായ ജീവിതമായി മാറുന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ ശ്രേഷ്ഠതകളായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അവസാനത്തെ ഒരു ശ്രേഷ്ഠത കൂടി പറയാനുണ്ട്, ഇൻഷാ അല്ലാഹ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും തൗഹീദിന്റെ ഫضല് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? മനസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കേണ്ട ഒന്നാണ് തൗഹീദ് എന്നതിന്റെ ഫضല്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ, ഒന്ന്, നമ്മളുള്ള അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളുള്ളത് വലിയ അനുഗ്രഹത്തിലാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. രണ്ടാമത്തത്, ഈ അനുഗ്രഹം ലഭിക്കാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകതകൾ അറിയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മുഴുവനും ഈ പറയുന്ന ബുർദയിലും, അതേപോലെ തന്നെ ചില ജനങ്ങൾ രചിച്ച ചില ബൈത്തിന്റെ മേലിലും, അതോടൊപ്പം തന്നെ ചില ഏടുകളുടെ മുകളിലുമൊക്കെയാണ് അവരിപ്പോഴും അവരുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നുള്ളത്. ഖുർആൻ കൃത്യമായി അവർക്ക് ഓതാൻ അറിയില്ല, ദിക്റുകൾ, പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ അവർക്കറിയില്ല. ആളുകളൊക്കെ ആളുകളിൽ നിന്ന് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം റസൂലിന്റെ സുന്നത്തിന് വിരുദ്ധമായതാണ്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് വിരുദ്ധമായതാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ആ തൗഹീദ് അത് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? എത്താത്ത ആളുകളിലേക്ക് നിരന്തരം എത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുവാനും
മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.